Hello friends. For video ki ponakal mumbu ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ PSC സബ് എഞ്ചിനീയറിംഗിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ ടോപ്പിക്സും അവിടെ കവർ ചെയ്യും. ആൻഡ് ഓൾസോ അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനൊപ്പം റെക്കോർഡഡ് ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും ഓഫേഴ്സ് നിങ്ങൾക്ക് വളരെ ഒരു ചെറിയ ഫീക്കാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പർ 9744722434 എന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് DC ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ O.C.C. O.C.C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോ ലോഡ് വോൾട്ടേജും ഫീൽഡ് കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ O.C.C എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കർവ് ബിറ്റ്വീൻ ജനറേറ്റഡ് e.m.f at no load and field current at constant speed. അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേര് എന്താ വെച്ചാൽ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നോ ലോഡ് സാച്ചുറേഷൻ കർവ് എന്നും പറയും. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് പഠിച്ചു. അപ്പോൾ പ്രാക്ടിക്കൽ എല്ലാ ജനറേറ്റേഴ്സിലും എന്തായിരിക്കും ഈ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്ററിനെ നോ ലോഡിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് നോട്ട് ചെയ്യുക ഫോർ ഡിഫറെന്റ് എക്സൈറ്റേഷൻ. അതായത് അവിടെ ഫീൽഡ് കറണ്ട് വേരി ചെയ്തുകൊണ്ടാണ് അവിടെ എക്സൈറ്റേഷൻ വേരി ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോ ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ നോട്ട് ചെയ്യുക. ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും അവിടുത്തെ നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത് നോ ലോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമുക്ക് O.C.C കിട്ടും. അതിൽ ഫസ്റ്റ് ടോപ്പിക് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഓർ DC ഷണ്ട് ജനറേറ്ററിന്റെ O.C.C നോക്കാം. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ സീറോ എക്സൈറ്റേഷനിൽ ചെറിയൊരു വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിജ്വൽ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. റെസിജ്വൽ മാഗ്നറ്റിസം കാരണം കൊണ്ട് ഉണ്ടാവുന്ന വോൾട്ടേജ്. ഈ ഒരു ഗ്രാഫിൽ ആ OA എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ എന്താ റെസിജ്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു ബി ലീനിയർ റീജിയൻ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ അത്രയും പോർഷനിൽ എന്താണ് നമുക്ക് ലീനിയർ ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി റിലക്റ്റൻസ് അവിടെ വേരി ചെയ്യും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാം, നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഷേപ്പ് മാറും. അടുത്തത് സീരീസ് ജനറേറ്ററിന്റെ O.C.C എങ്ങനെയാന്ന് നോക്കാം. എല്ലാ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിലും നമുക്ക് റെസിജ്വൽ മാഗ്നറ്റിസം വേണം വോൾട്ടേജ് ബിൽഡപ്പ് നടക്കണമെങ്കിൽ. അപ്പൊ ആ റെസിജ്വൽ വോൾട്ടേജ് കാരണം കൊണ്ട് എന്താ ഉണ്ടാവുക, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ആ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുക. നമ്മുടെ DC ഷണ്ട് ജനറേറ്ററിന്റെ പോലെ തന്നെ ഇവിടെ പക്ഷെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ നോ ലോഡ് വോൾട്ടേജും നോ ലോഡ് കറണ്ടും തമ്മിലായിരിക്കും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ബിക്കോസ് ആർമേച്ചർ കറണ്ടും ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ സീരീസ് ആയിട്ടാണ് നമ്മൾ സീരീസ് ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ നോ ലോഡ് കറണ്ടും ആയിരിക്കും നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാം. അടുത്തത് കോമ്പൗണ്ട് ജനറേറ്ററിന്റെ O.C.C നോക്കാം. അപ്പോൾ ഈസിയസ്റ്റ് വേ ടു വോൾട്ടേജ് ബിൽഡപ്പ് ഈസ് ദാറ്റ് ദ മെഷീൻ ഈസ് ടു സ്റ്റാർട്ട് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കും. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോ ലോഡിൽ ഷണ്ട് ഫീൽഡ് ആയിരിക്കും എഫക്റ്റീവ് ആവുക. അപ്പോൾ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അവിടെ എന്താ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ലോഡ് കണ്ടീഷനിൽ വോൾട്ടേജ് റൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സീരീസ് ഫീൽഡ് കണക്ഷൻ ഷണ്ടിനെ അസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. മീൻസ് ദ കണക്ഷൻ ഈസ് cumulative. ആൻഡ് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, കണക്ഷൻ ഈസ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ആയിരിക്കും. അടുത്ത ടോപ്പിക് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ആണ്. അതായത് ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ എന്താണ് ഈ ജനറേറ്റർ എന്ന് പറയുന്നത് എക്സൈറ്റ് ചെയ്യില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുകയുള്ളൂ, അതായത് എക്സൈറ്റ് ആവുള്ളൂ. അപ്പൊ അതിന്റെ താഴെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ എന്ന് പറയുന്നത് എന്താ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. ദ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് എ ജനറേറ്റർ ഈസ് ദ മിനിമം സ്പീഡ്
below which it fails to excite. ഇവിടെ പ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ O.C.C ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് വോൾട്ടേജ് റെഗുലേഷൻ. The change in terminal voltage from no load to full load. ഇപ്പോൾ നോ ലോഡിൽ നിന്നിട്ട് ഫുൾ ലോഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ടെർമിനൽ വോൾട്ടേജ് എങ്ങനെ മാറുന്നു, അതിനാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100. അതായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. ഇനി ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ജനറേറ്റർ നോക്കാം. ഫസ്റ്റ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ വോൾട്ടേജും ലോഡ് കറണ്ടും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് കുറയും. അപ്പോൾ അത് രണ്ട് കാരണത്താലാണ് കുറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർമച്ചർ റിയാക്ഷനും രണ്ടാമത്തത് ആർമച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കാരണം കൊണ്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രൂപ്പിംഗ് കർവ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂടെ ആർമച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ ക്യാര കിട്ടും. ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രാഫ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതാണ് ഈ ബ്ലൂ ലൈൻ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആർമച്ചർ റിയാക്ഷൻ കാരണം കൊണ്ട് കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് പോയി. അപ്പൊ അതാണ് ഈ കർവ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡ്രൂപ്പിംഗ് ഇത് വന്നത്. ആൻഡ് ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് കാരണം കൊണ്ട് അവിടെ പിന്നെയും വോൾട്ടേജ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് വരാൻ കാരണം. ഇവിടെ ഈ വയലറ്റ് കളർ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് അവിടെ ആർമച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് ഓമിക് ഡ്രോപ്പും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടും. അടുത്തത് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. അതിൽ ഫസ്റ്റ് ആണ് ഷണ്ട് ജനറേറ്ററിന്റെ നോക്കാം എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അവിടെ നമ്മൾ മുമ്പത്തെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിലെ പോലെ തന്നെ കുറച്ച് വോൾട്ടേജ് ആർമച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ആയിട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇന്റേണൽ ക്യാര നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓമിക് റെസിസ്റ്റൻസ് കാരണം കുറച്ച് വോൾട്ടേജ് പോകും. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടും. അടുത്തത് DC സീരീസ് ജനറേറ്ററിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സീരീസ് ജനറേറ്ററിൽ നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് O.C.Cയുടെ അതേ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആർമച്ചർ റിയാക്ഷൻ കറണ്ട് കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ആൻഡ് ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് പിന്നെയും കുറച്ച് വോൾട്ടേജ് കുറയും. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടും. അടുത്തത് DC കോമ്പൗണ്ട് ജനറേറ്ററിന്റെ. സപ്പോസ് ടെർമിനൽ വോൾട്ടേജ് നോ ലോഡിലും ലോഡഡ് കണ്ടീഷനിലും സെയിം ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് എന്ന് പറയാം. ആൻഡ് ഇഫ് സീരീസ് ഫീൽഡ് വൈൻഡിങ് നമ്മുടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനെ അസിസ്റ്റ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ അവിടെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നോ ലോഡ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഓവർ കോമ്പൗണ്ടഡ് ജനറേറ്റർ എന്ന് പറയാം. ആൻഡ് ഇഫ് സീരീസ് ഫീൽഡ് ഒപ്പോസ് ചെയ്തു വിചാരിക്കുക ഷണ്ട് ഫീൽഡിനെ, അപ്പോൾ അവിടെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നോ ലോഡ് വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അണ്ടർ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയാം. ഇനി കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which of the following DC generator will be in a position to build up without any residual magnetism in the poles? Option A series generator, option B shunt generator, option C compound generator and option D none of the above. അപ്പോൾ എല്ലാ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിലും നമുക്ക് വോൾട്ടേജ് ബിൽഡപ്പ് നടക്കണമെങ്കിൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം വേണം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, നൺ ഓഫ് ദ അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ DC generator the critical resistance can be increased by option A increasing its field resistance, option B decreasing its field resistance, option C increasing its speed and option D decreasing its speed. അപ്പോൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്
Option C, increasing its speed. Our question, in a shunt generator, the voltage buildup is generally restricted by option A, speed limitation, option B, armature heating, option C, insulation restrictions, and option D, saturation of iron. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് saturation of iron ആയിരിക്കും. Option D is the correct answer. അടുത്ത question, in case of a flat compounded generator, voltage generated is less than rated voltage. Option B, generated voltage is proportional to the load on the generator. Option C, voltage remain constant irrespective of the load. Option D, speed varies in proportional to the load on the generator. ഇപ്പോൾ ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് ജനറേറ്ററിൽ വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും, നോ ലോഡ് ആണെങ്കിലും ഫുൾ ലോഡ് ആണെങ്കിലും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് എ DC generator, which of the following regulation is preferred? Option A, 100% regulation. Option B, infinite regulation. Option C, 50% regulation. And option D, 1% regulation. Correct answer is the option D, 1% regulation. അടുത്ത question, the external characteristics of DC generator is 4 കർവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഈ കർവ് ആയിരിക്കും DC സീരീസ് ജനറേറ്ററിന്റെ. അപ്പോൾ സാച്ചുറേഷൻ വരെ അതിന്റെ കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എയർ ഗ്യാപ്പ് ലൈൻ റെപ്രസെന്റ്സ് ഡാഷ്. ഓപ്ഷൻ എ, magnetic behavior of the air gap of the DC machine. Option B, magnetic behavior of the air gap of the induction machine. Option C, magnetic behavior of the iron core. And option D, all of the mentioned. എയർ ഗ്യാപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. അവിടെ എന്തിന്റെ ആയിരിക്കും? എയർ ഗ്യാപ്പ് ഓഫ് ദ DC മെഷീൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. എയർ ഗ്യാപ്പ് ലൈൻ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ കർവില് നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് O.C.C ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ ടാൻജന്റ് ആയിരിക്കും എയർ ഗ്യാപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതായത് എക്സൈറ്റേഷൻ വോൾട്ടേജ് വിത്ത് നോ സാച്ചുറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, external characteristics of a DC generator can be obtained by option A, internal characteristics, option B, no load saturation characteristics, option C, both A and B, and option D, none of these. അപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബോത്ത് ഇന്റേണൽ ആൻഡ് നോ ലോഡ് സാച്ചുറേഷൻ ക്യാരി നിന്നിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് is also known as dash. Option A, regulation characteristics. Option B, magnetization characteristics. Option C, external characteristics. And option D, load characteristics. അപ്പോൾ അതിനെ പറയുന്ന വേറെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഗുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് is also known as regulation chara. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ ടെർമിനൽ വോൾട്ടേജ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ വോൾട്ടേജ് ഡീവിയേഷൻ. അപ്പോൾ ടെർമിനൽ വോൾട്ടേജിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് റിവീൽ അബൌട്ട് ദ മാഗ്നറ്റൈസേഷൻ നേച്ചർ ഓഫ് ദ മെഷീൻ? ഓപ്ഷൻ എ, നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്ഷൻ ബി, ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്ഷൻ സി, ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. And option D, both no load and load characteristics. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് നോ ലോഡ് ആൻഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.